WPC നമ്മൾ തോംസൺ ഒരു 7-8 വർഷമായിട്ട് എക്സ്റ്റീരിയർ പാനൽസ് ഉണ്ട്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് എക്സ്റ്റീരിയർ WPC ആണ്. ഇത് കംപ്ലീറ്റ്ലി ഫോർ എക്സ്റ്റീരിയർ ആണ്. ഇതൊരു ടെക്സ്ചർ ഫിനിഷിൽ വരുന്ന ഒരു എക്സ്റ്റീരിയർ പാനൽസ്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 9.25 അടി നീളം അല്ലെങ്കിൽ 3 മീറ്റർ നീളം, ശരി, വീതി 8 ഇഞ്ച് 5 ഇഞ്ച്, അതാണ് വരുന്നത് സൈസ്. ഇതൊരു 2 പീസാണ്. നമ്മൾ 2 പീസ് ജോയിൻ ചെയ്തിരിക്കുക. ജസ്റ്റ് സ്ക്രൂ ചെയ്യുക, ഫിക്സ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് തന്നെ ചോദിച്ചോട്ടെ, ഇതിപ്പോ നമ്മൾ നോർമൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഫെയ്ഡിംഗ് ഒന്നും വരാത്തൊരു പ്രൊഡക്റ്റ്. 10 ഇയർ വാറന്റി നമ്മൾ കൊടുക്കും. ഇതെല്ലാം ഇന്റീരിയർ കളേഴ്സ് ആണ്. നമുക്ക് ഏകദേശം ഒരു 80+ മോഡൽസ് റെഡി സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ എല്ലാം, അതായത് നമ്മുടെ ഈ പാനൽസിന്റെ സൈസ് കംപ്ലീറ്റ്ലി വരുന്നത് 2.9 മീറ്റർ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഫുൾ പാനലിന്റെ സൈസ് ആണ്. ഈ ഒരു ഫുൾ ലെങ്ത് കിട്ടും. ഇത് നമുക്ക് വിഡ്ത്ത് പറയുവാണെങ്കിൽ 6 ഇഞ്ച് ഉണ്ട്, 8 ഇഞ്ച് ഉണ്ട്. ഈ 2 വിഡ്ത്തിലാണ് വരുന്നത്. ഒരു വോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡോറ, ആക്ച്വലി ഡോറ. പക്ഷെ നമ്മളിതിപ്പോ കവർ ചെയ്ത് ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഈ ഒരു ഒട്ടിച്ചിരിക്കുന്നത്. നമുക്ക് പെയിന്റ് അടിക്കണ്ട, അവിടെ പുട്ടി ഇടണ്ട, നമ്മൾ പ്ലാസ്റ്റർ ചെയ്തതിനു ശേഷം ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് വെള്ളത്തിന്റെ എഫക്ഷൻ ഉണ്ടാവത്തില്ല, ടെർമൈറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. ഫയർ റിട്ടാർഡന്റും അല്ലേ? ഫയർ റിട്ടാർഡന്റ്. ഇത് കൂടുതലും ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ് ചെയ്ത് പോകുന്ന കുറച്ച് മോഡൽസ് ആണ്. അതായത് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, കോളേജസ്. ഈ 2 കളേഴ്സ് കൂടുതലും പോകുന്നത് നമ്മൾ ഹോട്ടൽ പ്രോജക്ട്സിനാണ് കൂടുതൽ. ബിക്കോസ് അവരുടെ ഒരു ഡിസൈൻ എപ്പോഴും ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു ഫ്ലാഷി കളേഴ്സ് ആണ് കൂടുതലും വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കസ്റ്റമേഴ്സിനാണെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്കുള്ള കളേഴ്സ് ഉണ്ട്, ഹോം ഇന്റീരിയേഴ്സിനുള്ള കളേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ഉണ്ട്. സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും.